മദ്യപാനികളുടെയും പോക്കറ്റടിക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഓരോ റെയിൽവേ ബോയികളും മാറുന്ന സാഹചര്യം സാധാരണക്കാർക്ക് ഇന്നലെ ട്രിവാൻഡ്രം എക്സ്പ്രസിൽ രാത്രിയിൽ ഈ സംഭവം നടത്തിയതിനു ശേഷവും B1 കമ്പാർട്ട്മെന്റ് അവസാനിക്കുന്നിടത്ത് ഒരു സംഘം മദ്യപന്മാർ ഒരുമിച്ച് കൂടി നിന്ന് റെയിൽവേയിലെ ചില ജീവനക്കാരുമായി ചേർന്ന് പരസ്യമായി മദ്യപാനം നടത്തി. നമസ്കാരം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുള്ള സംരക്ഷണം ഇനി ആരാണ് നൽകുക എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ട് ഉയരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വർക്കലയിൽ ഉണ്ടായ സംഭവം തന്നെയാണ്. വർക്കലയിൽ എത്തിയ ട്രെയിനിൽ നിന്നൊരു യുവതിയെ പുറത്തേക്ക് തള്ളിയിട്ട് അപായപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും സമാന രീതിയിലുള്ള സംഭവങ്ങൾ ട്രെയിനിൽ ശ്രദ്ധയിൽപ്പെട്ടു എന്നതിന്റെ ഭാഗമായിട്ട് വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുൻപാകെ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. മദ്യപാനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുപിടിക്കുന്നത് റെയിൽവേ അധികൃതരുടെ കൂടെയാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. യാത്രക്കാരെ മരണത്തിലേക്ക് അധികാരികളെ മദ്യപന്മാർ സാമൂഹ്യർക്ക് കൊലപാതകികൾ ആരെയും നിയന്ത്രിക്കാതെ യാത്രക്കാരെ വലയ്ക്കുന്ന റെയിൽവേയുടെ അധികാരികളെ നിങ്ങൾക്കെതിരെ പ്രതിഷേധം കുറച്ച് പേരെ കൂടെ ബാക്കിലോട്ട് നിർത്തി അവരെയും കൂടി ഇങ്ങോട്ട് അകത്തോട്ട് സ്കാറ്റേഡ് ആവാതെ മതി. അത്രയും വെയിൽ ഡബിൾ ലൈറ്റ് ആവും. മുന്നോട്ടാക്കി 2 ലൈറ്റ് ആവും. ഇതാകുമ്പോൾ കറക്റ്റ് ലൈറ്റ് റീഡ് ചെയ്യും. മൈക്കോണാക്കി വെച്ചു. പ്രിയമുള്ളവരെ, സംസ്ഥാനത്ത് റെയിൽവേ യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത സാഹചര്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനമൊട്ടാകെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഉദ്ഘാടനം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മാർച്ച് ആണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ യോഗത്തിന് അധ്യക്ഷനായി ജോയിന്റ് കൗൺസിൽ സൗത്ത് ജില്ലാ സെക്രട്ടറി വിനോദ് വി നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് ജോയിന്റ് കൗൺസിൽ നോർത്ത് ജില്ലാ സെക്രട്ടറി സതീഷ് കണ്ടലെ നിരവധിയായ വാർത്തകളാണ് ദൈനംദിനം നമ്മൾ കേൾക്കുന്നത്. ഒരു സാധാരണക്കാരനോ വനിതകളോ കുട്ടികളോ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ മദ്യപാനികളുടെയും പോക്കറ്റടിക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഓരോ റെയിൽവേ ബോയികളും മാറുന്ന സാഹചര്യം സാധാരണക്കാർക്ക് സമാധാനമായി യാത്ര ചെയ്യാൻ, സമാധാനമായി ഒന്ന് ഉറങ്ങുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ സംഭവം നമുക്കറിയാം. അത് ആ ജീവന് വേണ്ടി ഇവിടെ മെഡിക്കൽ കോളേജിൽ ആ ജീവന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോ ആ വനിതയ്ക്കുണ്ടായ അവസ്ഥ ഏറ്റവും അവസാനത്തെ സംഭവം ഉണ്ടായി. അതെടുത്തുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലയിലും റെയിൽവേ ആസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയെന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ ജോയിന്റ് കൗൺസിലിന്റെ സൗത്ത് ജില്ലാ സെക്രട്ടറി വിനോദ് വി നമ്പൂതിരിയാണ്. രാവിലെ ഏറെ സ്നേഹത്തോടെ ഈ പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ജോയിന്റ് കൗൺസിലിന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി KP ഗോപകുമാറാണ്. സഖാവിലെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഈ
പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് കൗൺസിലിന്റെ ബഹുമാനപ്പെട്ട ചെയർമാനുണ്ട് സഖാവ് എസ് സജീവ്, സഖാവിനെയും ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാൻ ജോയിന്റ് കൗൺസിലിന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സഖാവ് വി കെ മധു, സഖാവ് ആർ സിന്ധു എത്തിയിട്ടുണ്ട്. സഖാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജോയിന്റ് കൗൺസിലിന്റെ സൗത്ത് നോർത്ത് ജില്ലാ ഭാരവാഹികൾ, വിവിധ മേഖലകളിൽ നിന്നെത്തിയിരിക്കുന്ന സഖാക്കൾ എല്ലാവരെയും പ്രസക്തമായ ഒരു സമരമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ എന്ന സംവിധാനത്തിൽ അത് ഏറ്റവും അധികം കേരളത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന സംവിധാനമായതുകൊണ്ട് തന്നെ അത് യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായി നിലകൊള്ളണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള യാത്രക്കാർക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര റെയിൽവേയിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ശുഭയാത്ര നേർന്നുകൊണ്ട് റെയിൽവേ തരുന്ന ടിക്കറ്റിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ശുഭയാത്ര നേരുന്നു എന്ന്. പക്ഷെ ആ ശുഭയാത്ര നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവുമുള്ള പത്രവാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന ആ സഹോദരിയുടെ ഒരു അവസ്ഥയും ആ അപകടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷിയെ ആകെ ഇത്തരം ഒരു യാത്രാ സംവിധാനത്തിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണ്ടേ എന്ന ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സമൂഹം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രതിഷേധത്തിലൂടെ കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജോയിന്റ് കൗൺസിലിന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി സഖാവ് KP ഗോപകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനമുള്ള അധ്യക്ഷൻ, ഈ ധർണയിൽ പങ്കെടുക്കുന്ന ജോയിന്റ് കൗൺസിലിന്റെ ചെയർമാൻ സഖാവ് സജീവ് അടക്കമുള്ള ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കളെ, പ്രിയമുള്ള ജീവനക്കാരെ, യാത്രക്കാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളമാകെ ഇന്ന് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധ മാർച്ചാണ് കേരള സാക്ഷ്യം വഹിക്കുന്നത്. അത് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ഇത് സൂചിപ്പിച്ചു. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് സഹോദരിമാർക്കുണ്ടായ ദുരനുഭവം കേരളം വളരെ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത ശ്രമിച്ചത്. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനം എന്നുള്ള നിലയ്ക്ക് റെയിൽവേ ആശ്രയിക്കുന്ന യാത്രക്കാരെ ആകെ ഭയചിതരാക്കി മാറ്റുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും, അനുഭവങ്ങളാണ് റെയിൽവേ യാത്രയിൽ ഓരോ ദിവസവും വരുന്നത്. കഴിഞ്ഞ ദിവസം കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് സഹോദരിമാർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. വർക്കല എത്തിയപ്പോഴാണ് ആ ട്രെയിനിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ ടോയ്ലറ്റിന് സമീപം, നമ്മുടെ റെയിൽവേ സംവിധാനം ഇപ്പൊ അങ്ങനെയാണ്, ആർക്കും എപ്പോഴും കയറി നിൽക്കാൻ കഴിയുന്ന ഏത് മദ്യമാർക്കും മറ്റ് സാമൂഹ്യ വിദഗ്ധർക്കുമെല്ലാം ടിക്കറ്റ് എടുക്കാതെയും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി റെയിൽവേയിൽ ഉള്ളതിപ്പോ ടോയ്ലറ്റുകൾക്ക് സമീപമാണ്. നമ്മുടെ റെയിൽവേ രൂപകൽപ്പന ചെയ്തപ്പോ വാതിലും ടോയ്ലറ്റും എല്ലാം ഒരേ സ്ഥലത്ത് വന്നപ്പോ നല്ല സൗകര്യമായി ഈ സാമൂഹ്യ വിരുദ്ധമാക്കി. റെയിൽവേ യാത്ര ചെയ്യുന്ന വനിതകളടക്കമുള്ള ജീവനക്കാർക്ക് അർദ്ധരാത്രിയായാലും ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വരുമ്പോ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം. വനിതാ ജീവനക്കാർ നിരന്തരമായി നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു യാത്രാ സംവിധാനമായി ഇന്ത്യൻ റെയിൽവേ മാറുമ്പോൾ കാലാനുസൃതമായ ഒരു മാറ്റം വരുത്താൻ അധികാരികൾ തയ്യാറാകണമെന്നുള്ളതാണ്. അത്തരത്തിലാണ് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്ത രണ്ട് സഹോദരിമാർ ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ച് ഒരാൾ പുറത്തും ഒരാൾ അകത്തുമായി നിൽക്കുമ്പോ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മദ്യപിച്ച് ലഹരിയിലായി പോയ ഒരു യാത്രക്കാരൻ, അയാൾ ആ മദ്യപാനത്തെയും ആ അസൗകര്യം സൃഷ്ടിച്ചുകൊണ്ട് റെയിൽവേയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്നതിനെ പുറത്തേക്ക് ചെന്നപ്പോഴാണ് അതിദാരുണമായ മനസ്സാക്കിയില്ലാത്ത തരത്തിൽ
ആ സ്ത്രീയെ, ആ സഹോദരിയെ പുറത്തേക്ക്, ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി എറിയുന്ന ക്രൂരമായ നരഹത്യ നടത്തുന്നതിന് നമ്മൾ സാക്ഷി വഹിച്ചത്. അതിനെ എതിർത്ത മറ്റൊരു വനിതാ യാത്രക്കാരിയെയും കൊലപ്പെടുത്താൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തി. ഒരു യാത്രക്കാരൻ ഇടപെട്ടത് കൊണ്ട് മാത്രം രണ്ടാമത്തെ ആളിന്റെ ജീവൻ രക്ഷപ്പെടുത്തി എന്നുള്ളത് ആശ്വാസകരമാണെങ്കിലും ഇപ്പോഴും ആ അപകടം, ആ കൊലപ്പെടുത്തൽ വിധേയമായ ആ സഹോദരി ജീവൻ തിരിച്ചു കിട്ടാത്ത വിധത്തിൽ മെഡിക്കൽ കോളേജിൽ ജീവനുമായി മുന്നെടുക്കുകയാണ്. എന്തുകൊണ്ട് ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംവിധാനം പരാജയപ്പെട്ടു പോകുന്നു എന്നത് പരിശോധിക്കണ്ടേ? 2011 സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോ അതിനകത്തേക്ക് കടന്നു കയറിയ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായ ഒരു ക്രിമിനൽ ആ സഹോദരിയെ, സൗമ്യ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ വനിതാ കമ്പാർട്ട്മെന്റിനകത്ത് കയറി ബലാത്സംഗത്തിന് വിധേയമാക്കി കൊലപ്പെടുത്തിയത്, പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തിയത് കണ്ടതാണ്. കേസും നടപടിയുമെല്ലാം ഇങ്ങനെ ഒറ്റ ഇടയുന്നത് പോലെ ഇഴഞ്ഞുപോയി. ഗോവിന്ദസ്വാമി പരമസുഖത്തോടു കൂടി ഇപ്പോ ജയിലിലും പുറത്തുമായി, ജയിച്ചാടിയും പുറത്തുമായി നിയമത്തിന്റെ നൂലാമാലകളിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുത് സ്വീകരിച്ചു നടക്കുമ്പോ നഷ്ടപ്പെട്ടുപോയ ജീവനെ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അത്ര വിലയുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ സമൂഹം ഞെട്ടലോടെ കണ്ടതാണ്. അപ്പൊ ഒരുപാട് നടപടികൾ പ്രഖ്യാപിച്ചു. ഒരു അപകടമുണ്ടായാൽ വനിതാ ജീവനക്കാർക്കും യാത്രക്കാർക്കും പെട്ടെന്ന് സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനത്തിന് ഒരു കുറവുമുണ്ടായില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന പോലീസും റെയിൽവേ പോലീസുമെല്ലാം ഉണർന്നു പ്രവർത്തിച്ചു. മാധ്യമങ്ങളിലെ വാർത്തകൾ അവസാനിച്ചപ്പോ ആ നടപടികളും തീർന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ വർക്കലയിൽ, കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഉണ്ടായ ആക്രമണം. അങ്ങനെ എത്രയോ ആക്രമണ പരമ്പരയാണ് ഈ കേരളത്തിന്റെ റെയിൽവേ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത്. റെയിൽവേയുടെ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ പ്രഖ്യാപനത്തിൽ മാത്രം പോരാ, അത് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. ആരാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തർക്കമൊന്നും വേണ്ട. യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രഖ്യാപനം നടത്തിയുണ്ടായിട്ടില്ല. ആവശ്യത്തിന് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണം. പോലീസുകാരെ പ്രത്യേകമായി വിന്യസിക്കണം. റെയിൽവേ പോലീസിനെ നിയമിക്കണം. സൗമ്യയുടെ കേസുണ്ടായപ്പോ ഓരോ കമ്പാർട്ട്മെന്റുകളിലും വനിതാ സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി വനിതാ ബറ്റാലിയൻ ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തി. എവിടെ ട്രെയിനിൽ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ പേരിനെപ്പോഴെങ്കിലും നടന്നു പോകുന്ന വനിതാ പോലീസും ഒരു പുരുഷ പോലീസുമായി നടന്നു പോകുന്നതല്ലാതെ സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ രാത്രികളിൽ എവിടെയെങ്കിലും സംവിധാനം ഏർപ്പെടുത്താൻ നമ്മുടെ ട്രെയിനുകളിൽ സംവിധാനം ഉണ്ടാകുന്നോ എന്ന് പരിശോധിക്കണ്ടേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്ത് മലപ്പുറത്ത് നിന്നും രാവിലെ എത്രയോ ഞങ്ങൾ പലരും യാത്രയിലായിരുന്നു. ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് മധു ഇവിടെ നിൽപ്പുണ്ട്. ഇന്നലെ ട്രിവാൻഡ്രം എക്സ്പ്രസിൽ ഉണ്ടായ കാര്യം കൂടെ മാധ്യമങ്ങൾ അറിയണം. ഇന്നലെ ട്രിവാൻഡ്രം എക്സ്പ്രസിൽ രാത്രിയിൽ ഈ സംഭവം നടത്തിയതിനു ശേഷവും B1 കമ്പാർട്ട്മെന്റ് അവസാനിക്കുന്നിടത്ത് ഒരു സംഘം മദ്യപന്മാർ ഒരുമിച്ച് കൂടി നിന്ന് റെയിൽവേയിലെ ചില ജീവനക്കാരുമായി ചേർന്ന് പരസ്യമായി മദ്യപാനം നടത്തി. സഖാവ് മധു അത് ചോദ്യം ചെയ്തു. TTR-നോട് പറഞ്ഞു അതിനെ തടയണം, ആ മദ്യപാനം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം. TTR പറഞ്ഞു ഞാൻ നിസ്സഹായനാണ്, കൂടി നിന്ന് മദ്യപിക്കുമ്പോ അരുതെന്ന് പറയാൻ വേണ്ടിയുള്ള അധികാരം എനിക്കില്ല, എനിക്ക് ടിക്കറ്റ് പരിശോധിക്കാനേ അധികാരമുള്ളൂ. അദ്ദേഹം കഴിയൊഴിഞ്ഞു. മധു വീണ്ടും റെയിൽവേ പോലീസിന്റെ ചില ആളുകളെ വിളിച്ചു വരുത്തിയെന്ന് കണ്ടപ്പോ ഈ മദ്യപ സംഘം പിരിഞ്ഞുപോയി. റെയിൽവേ പോലീസ് പറഞ്ഞു നിങ്ങൾ പരാതി എഴുതി തന്നാൽ ഞാൻ തിരഞ്ഞു കണ്ടുപിടിക്കാം. എന്ത് പോലീസാണിത്? എന്ത് ഉദ്യോഗസ്ഥന്മാരാണ്? ഈ മദ്യപന്മാരുമായി കൂട്ടുചേർന്ന് റെയിൽവേയുടെ ഇടനാടികളിൽ മദ്യപത്തിന് നേതൃത്വം കൊടുക്കുന്ന റെയിൽവേ ജീവനക്കാരും മദ്യപ സംഘവും ഉണ്ട് എങ്കിൽ ഇവിടുത്തെ സുരക്ഷ എവിടെയാണ് എന്ന് അധികാരികൾ പരിശോധിക്കണ്ടേ? ആധികാരികമായി ഞങ്ങൾ പറയുകയാണ്, ഇന്ന് ട്രിവാൻഡ്രം എക്സ്പ്രസിൽ ഉണ്ടായ സംഭവം ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ആരും പ്രതികരിക്കുന്നില്ല. ഭയമാണ് യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക് ഭയമാണ്, യാത്രക്കാർക്ക് ഭയമാണ്. ഒറ്റതിരിഞ്ഞ് പ്രതികരിച്ചാൽ അവരെ ആക്രമിക്കും. അതാണ് വർക്കലയിൽ ഉണ്ടായത്. മദ്യപിക്കരുത് എന്നൊരു സഹോദരി ധൈര്യപൂർവ്വം പറഞ്ഞപ്പോ നട്ടലിന് ചവിട്ടി പുറത്തേക്ക് തള്ളുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തി നടക്കുമ്പോ എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതി? എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം? ആ ചോദ്യം പലയാവർത്തി കേരളത്തിന്റെ മുന്നിൽ നിന്ന് കേരളത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർ അതിരാവിലെയും വൈകുന്നേരവും ഓഫീസുകളിലേക്ക് വരുന്നതിന് വേണ്ടി ഈ തലസ്ഥാന നഗരിയിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്ന് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓഫീസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. റെയിൽവേ
ഭരണ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കണം. ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള പഴുതടുത്ത സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണം. CCTV സംവിധാനങ്ങൾ റെയിൽവേയിലെ പാസഞ്ചർ ട്രെയിനുകൾ അടക്കം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. എമർജൻസി ബട്ടൺ എന്ന പ്രഖ്യാപനം മാത്രം പോരാ, എല്ലാ ട്രെയിനുകളിലും അതിന്റെ സംവിധാനം ഉണ്ടാകണം. ഓടുന്ന ട്രെയിനുകളിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് തള്ളാൻ കഴിയുന്ന തരത്തിലേക്ക്, വാതിലുകൾ തുറന്നിടുന്ന തരത്തിലേക്ക് പുതിയ ട്രെയിൻ സംവിധാനം ബോഗികൾ നിർമ്മിക്കുമ്പോ അതിന്റെ പഴുതടച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിയണം. ടോയ്ലറ്റ് സംവിധാനവും ടോയ്ലറ്റ് സംവിധാനവും പുറത്തേക്കുള്ള വാതിലും ഒരിടത്ത് വരുന്നത് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കണ്ടേ? അതല്ലേ അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയാതെ, ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ ഏത് അക്രമിക്കും ഏത് സമയവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് റെയിൽവേയുടെ സംവിധാനത്തിൽ പാളിച്ചകളുണ്ട് എങ്കിൽ അത് തിരുത്താൻ വേണ്ടി തയ്യാറാകണം. വർക്കലയിൽ ആക്രമണത്തിന് വിധേയമായ 2 സഹോദരിമാരുടെ മുഴുവൻ ചെലവും ചികിത്സാ ചെലവും ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുക്കണ്ടേ? ചികിത്സ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് സൗജന്യമായി നടക്കും എന്ന് പറയാൻ കഴിയുമോ? അവർക്ക് വിദഗ്ധമായ ചികിത്സ നൽകാൻ കഴിയണം. മെഡിക്കൽ കോളേജ് ചികിത്സ മോശമാണെന്ന് അഭിപ്രായമില്ല. പക്ഷേ അവരുടെ ജീവൻ നഷ്ടമാകാതെ ഇരിക്കുന്ന തരത്തിൽ അതിശക്തമായ ചികിത്സാ സംവിധാനം, സ്പെഷ്യൽ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ചികിത്സ, ഈ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ജോയിന്റ് കൗൺസിൽ നിർബന്ധമായത്.